നമസ്കാരം. ലോകകപ്പിൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു പോരാട്ടത്തെക്കുറിച്ച് പറയാനാണ്. ഇറാൻ ന്യൂസിലൻഡ് പോരാട്ടം. ഇറാനാണ് ലോകത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രം. ലോകകപ്പിലേക്കുള്ള അവരുടെ ഫുട്ബോൾ യാത്ര വെറും യാത്ര മാത്രമായിരുന്നില്ല. യുദ്ധത്തിൻ്റെ ആശങ്കയും രാഷ്ട്രീയ സംഘർഷങ്ങളും അനിശ്ചിതത്വങ്ങളും നിറഞ്ഞ വഴിയായിരുന്നു അത്. സ്വന്തം രാജ്യത്തിന് മേൽ നിലനിൽക്കുന്ന സമ്മർദ്ദങ്ങൾക്കിടയിൽ ലോകകപ്പിൽ പങ്കെടുക്കാനെത്തിയ ഇറാൻ താരങ്ങൾക്ക് ന്യൂസിലൻഡിനെതിരായ നാളത്തെ മത്സരം ഒരു സാധാരണ ഗ്രൂപ്പ് മത്സരം മാത്രമല്ല. അതുകൊണ്ട് തന്നെ അതൊരു രാജ്യത്തിൻ്റെ ആത്മവിശ്വാസവും അതിജീവന മനോഭാവവും ലോകത്തിന് മുന്നിൽ തെളിയിക്കാനുള്ള വേദി കൂടിയാണ്. ലോകകപ്പിന് മുന്നോടിയായി പല ടീമുകളും മാസങ്ങളോളം മികച്ച പരിശീലന ക്യാമ്പുകളും സൗഹൃദ മത്സരങ്ങളും നടത്തി. ഇറാന് അതെല്ലാം ആഡംബരമായി. അവർക്കതൊന്നും ആ സൗകര്യങ്ങളൊന്നും ലഭിച്ചില്ല. രാഷ്ട്രീയ സാഹചര്യങ്ങളും സുരക്ഷാ ആശങ്കകളും ഒക്കെ കാരണം ആദ്യം ആലോചിച്ച പരിശീലന പദ്ധതികൾ പലതും മാറ്റി. വിസ പ്രശ്നം, യാത്രാ ബുദ്ധിമുട്ട് ഒക്കെ ടീമിനെ ബാധിച്ചു. പല പ്രധാന ടീമുകൾക്കും ലഭിച്ച തയ്യാറെടുപ്പ് മത്സരങ്ങളൊന്നും ഇറാന് കിട്ടിയിട്ടില്ല. ഫുട്ബോൾ ലോകകപ്പിനായി തയ്യാറെടുക്കുമ്പോൾ സ്വന്തം നാട്ടിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന ആശങ്കയും താരങ്ങളുടെ ഒപ്പമുണ്ട്. അതാണ് ഈ ടീമിൻ്റെ ഏറ്റവും വലിയ പരീക്ഷണം, മാനസിക സമ്മർദ്ദം. എതിരാളി ന്യൂസിലൻഡ് ലോക ഫുട്ബോളിലെ വമ്പൻ ശക്തിയല്ല, പക്ഷേ അവരെ നിസ്സാരമായി കാണാൻ പറ്റുകയുമില്ല. ഓഷ്യാനിയ മേഖലയിലെ ഏറ്റവും സ്ഥിരതയുള്ള ടീമുകളിൽ ഒന്നായിട്ടാണ് ന്യൂസിലൻഡിനെ കരുതുന്നത്. മികച്ച ഫിറ്റ്നസ്, കൃത്യമായ പ്രതിരോധം, ഉയരം, ശാരീരിക ശക്തി ഇതൊക്കെ അവരുടെ പ്രധാന ആയുധങ്ങളാണ്. ഇറാനെ പോലെ സാങ്കേതിക മികവോ വ്യക്തിഗത പ്രതിഭകളോ ന്യൂസിലൻഡിനില്ല. എങ്കിലും കഠിനാധ്വാനവും അച്ചടക്കവും കൊണ്ട് അവർ എതിരാളികളെ ബുദ്ധിമുട്ടിക്കുന്ന ടീമാണ്. അതുകൊണ്ട് തന്നെ ഈ മത്സരം ഇറാൻ അത്ര എളുപ്പവുമല്ല. ഇറാൻ്റെ കരുത്ത് ഏഷ്യൻ ഫുട്ബോളിലെ ഏറ്റവും സ്ഥിരതയുള്ള ശക്തികളിൽ ഒന്നാണ് എന്നുള്ളതാണ്. ജപ്പാനും ദക്ഷിണ കൊറിയയും സൗദി അറേബ്യയും ശക്തരായി നിൽക്കുമ്പോൾ കഴിഞ്ഞ 2 പതിറ്റാണ്ടായി ഏഷ്യൻ ഫുട്ബോളിൽ ഏറ്റവും സ്ഥിരതയുള്ള പ്രകടനം കാഴ്ചവെച്ച രാജ്യങ്ങളിൽ മുന്നിൽ ഇറാനാണ്. അവരുടെ ഏറ്റവും വലിയ ശക്തി മികച്ച ടീമാണെന്നതാണ്. ഘടന, ശാരീരികമായ മികവ്, കൗണ്ടർ അറ്റാക്ക്, പ്രതിരോധത്തിൽ അച്ചടക്കം, സമ്മർദ്ദങ്ങളിൽ പോരാടാനുള്ള മനോഭാവം ഇതൊക്കെയാണ് പൊതുവായി പറയപ്പെടുന്ന കാര്യങ്ങൾ. ഏഷ്യയിലെ പല ടീമുകളും വ്യക്തിഗത താരങ്ങളെ ആശ്രയിക്കുമ്പോൾ ഇറാൻ ഒരു യൂണിറ്റായി കളിക്കുന്ന സംഘമാണെന്നാണ് പറയാറുള്ളത്. ഇറാൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷകളിലൊന്ന് ക്യാപ്റ്റനും സ്ട്രൈക്കറുമായ മെഹ്ദി തരേമിയാണ്. യൂറോപ്യൻ ഫുട്ബോളിൽ മികവ് തെളിയിച്ച ആൾ, ഗോൾ നേടാനുള്ള കഴിവ്, ടീമിനെ മുന്നോട്ട് നയിക്കാനുള്ള നേതൃത്വം ഒക്കെ അദ്ദേഹത്തെക്കുറിച്ച് പറയാറുള്ള കാര്യമാണ്. ഇറാൻ മുന്നേറണമെങ്കിൽ തരേമിയുടെ പ്രകടനം നിർണായകമാകും. 1998 അലി ദേയ് നടപ്പാക്കിയ ദൗത്യമാണ് ഇത്തവണ മെഹ്ദി തരേമിയിൽ നിക്ഷിപ്തമായിരിക്കുന്നതെന്നാണ് ഫുട്ബോൾ ലേഖകർ, റിപ്പോർട്ടർമാർ, നിരീക്ഷകരൊക്കെ വിലയിരുത്തുന്നത്. 98 ലോകകപ്പ് എന്താണ്? അത് ഇറാന് മറക്കാനാകാത്തതാണ്. ഫുട്ബോൾ ആരാധകർക്കും അങ്ങനെ തന്നെ. 98 ഫ്രാൻസ് ലോകകപ്പിൽ ലോകം മുഴുവൻ ഉറ്റുനോക്കിയൊരു പോരാട്ടമായിരുന്നു. ഇറാൻ വിപ്ലവത്തിന് ശേഷം, 79 വിപ്ലവത്തിന് ശേഷം ഇരു രാജ്യങ്ങളും കടുത്ത ശത്രുതയിൽ നിലനിൽക്കെയാണ് ഇറാന് ലോകകപ്പ് പ്രവേശനം കിട്ടിയത്. 2 രാജ്യങ്ങളെയും പതിറ്റാണ്ടുകളായി അകറ്റി നിർത്തിയ പലവിധ പ്രശ്നങ്ങളുടെ തുടർച്ചയായിട്ടാണ് US-ഉമായൊരു മത്സരം വന്നത്. കളിക്ക് മുമ്പ് പോലും നാടകീയതയായിരുന്നു. ഫിഫ പ്രോട്ടോകോൾ പ്രകാരം ഇറാൻ താരങ്ങളാണ് അമേരിക്കൻ താരങ്ങളിലേക്ക് അങ്ങോട്ട് പോകേണ്ടിയിരുന്നത്. എന്നാൽ ഇറാൻ്റെ ഭരണകൂടം അത് പറ്റില്ല എന്ന് പറഞ്ഞു. ഒടുവിൽ അമേരിക്കൻ താരങ്ങൾ ഇറാനിയൻ താരങ്ങളുടെ അടുത്തേക്ക് നടന്നു. ഇറാൻ താരങ്ങൾ സമാധാനത്തിൻ്റെ പ്രതീകമായി വെള്ള റോസാപ്പൂക്കൾ അമേരിക്കക്കാർക്ക് സമ്മാനിച്ചു. ഇരു ടീമുകളും ഒരുമിച്ച് ഫോട്ടോ എടുത്തു. പിന്നീട് ഫിഫയുടെ ഫെയർ പ്ലേ പുരസ്കാരം ലഭിച്ചു. മൈതാനത്ത് പക്ഷേ തീപ്പാറി. വിജയം 2-1 ഇറാനൊപ്പമായിരുന്നു. കളി കഴിഞ്ഞപ്പോൾ ടെഹ്റാനിലെ തെരുവുകൾ ആഘോഷക്കടലായി. ഇറാൻ്റെ ആദ്യ ലോകകപ്പ് വിജയം. അതിലപ്പുറം അമേരിക്ക തോൽപ്പിച്ചു എന്ന രാഷ്ട്രീയ പ്രതീകം, അത് ആണ് ഇറാനെ അതിശക്തമായി ആഘോഷിക്കാൻ പ്രേരിപ്പിച്ചൊരു ഘടകം. പലരും ദേശീയ അഭിമാനത്തിൻ്റെ വിജയമായി ഇതിനെ വാഴ്ത്തി. അമേരിക്കൻ മാധ്യമങ്ങൾ പോലും ആ തോൽവിയെ US ഫുട്ബോളിൻ്റെ വലിയ തിരിച്ചടികളിലൊന്നായി വിലയിരുത്തി. ഇത്തവണ പക്ഷേ US-നോടല്ല ഏറ്റുമുട്ടുന്നത്, പക്ഷേ US-ലാണ് ഏറ്റുമുട്ടൽ നടക്കുന്നത്. അന്നത്തേതിലും വലിയ പ്രതിസന്ധിയാണ് ഇറാന് വരാനുള്ളതും പോകാനുള്ളതും അവർ നേരിടുന്ന കാര്യങ്ങളിലും ഒക്കെയുള്ളത്. അന്ന് ആവേശത്തോടെയാണ് അവർ ഇറാൻ വിപ്ലവത്തിന് ശേഷം അവർക്ക് ആദ്യത്തെ ഈ മത്സരത്തിനുള്ള അവസരത്തെ കണ്ടിരുന്നത്. കളിക്കാൻ ഇറങ്ങിയതും അങ്ങനെ തന്നെയാണ്. ഇന്ന് അവർ നിരാശയിലാണ്. ഒരു പരിധിവരെ രാജ്യം നേരിടുന്ന യുദ്ധത്താൽ വേട്ടയാടപ്പെടുന്ന അവസ്ഥയൊക്കെ നിലവിലുണ്ട്. അവർക്ക് വിജയകരമായി ആഹ്ലാദിക്കാവുന്ന ഒരു സാഹചര്യമല്ല. അതുകൊണ്ട് ഇറാന് ന്യൂസിലൻഡിനെതിരായ മത്സരം നിർണായകമാണ്. സമനില പോലും ഇറാനെ സമ്മർദ്ദത്തിലാക്കും. അതുകൊണ്ട് തന്നെ ഈ മത്സരം അവരുടെ ലോകകപ്പ് യാത്രയിലെ പ്രധാനപ്പെട്ട പോയിന്റാണ്. യുദ്ധത്തിൻ്റെ നടുവിൽ ഒരു ഫുട്ബോൾ മത്സരം. ഈ ലോകകപ്പിൽ ഇറാൻ താരങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ എതിരാളി ന്യൂസിലൻഡ് മാത്രമല്ല, അവരുടെ മനസ്സിലെ ആശങ്കകളും കൂടിയാണ്. ലോകകപ്പ് കഴിഞ്ഞാലും അവർ തിരികെ പോകുന്നത് രാഷ്ട്രീയ സംഘർഷങ്ങളും അനിശ്ചിതത്വങ്ങളും നിറഞ്ഞ ഒരു യാഥാർത്ഥ്യത്തിലേക്കാണ്. മറ്റു പല ടീമുകൾക്കും ലോകകപ്പ് ഒരു കായിക മേള മാത്രമാണ്. ഇറാനെ സംബന്ധിച്ച് അതിനേക്കാൾ വലുതാവുന്നത് അവിടെയാണ്. ഓരോ മത്സരവും രാജ്യത്തെ കോടിക്കണക്കിന് ജനങ്ങൾക്കൊരു ചെറിയ പ്രതീക്ഷയുടെ നിമിഷമാണ്. നാളെ എന്താണ് സംഭവിക്കുക? പേപ്പറിൽ നോക്കിയാൽ ഇറാനാണ് ഫേവറിറ്റ്. ഫിഫ
റാങ്കിങ്ങിൽ ഇറാൻ 20-ാം സ്ഥാനത്താണ്. ന്യൂസിലാൻഡ് 85-ാം സ്ഥാനത്താണ്. ടീമിൻ്റെ നിലവാരവും അന്താരാഷ്ട്ര പരിചയവും താരങ്ങളുടെ നിലവാരവും പരിഗണിക്കുമ്പോൾ ന്യൂസിലാൻഡിനേക്കാൾ മുന്നിലാണ് ഇറാൻ. കണക്കുകളും സാഹചര്യങ്ങളും ഒക്കെ വെച്ച് ഇറാൻ്റെ വിജയം പൊതുവെ പ്രവചിക്കപ്പെടുന്നുണ്ട്. ചാറ്റ് ജി പി ടിയോട് ഞാൻ ചോദിച്ചപ്പം 2-1 ഇറാൻ ജയിക്കുന്നതാണ് ചാറ്റ് ജി പി ടി പറഞ്ഞത്. പക്ഷേ ലോകത്ത് ചരിത്രം പഠിപ്പിക്കുന്നൊരു വസ്തുത അവിടെ ഉണ്ടെന്ന് ഓർമ്മിക്കണം. ഫേവറിറ്റുകൾ എല്ലായ്പ്പോഴും ജയിക്കില്ല. കണക്കുകളും ചരിത്രവും ഒന്നും അവിടെ പ്രസക്തമല്ല. അവിടെ ചരിത്രം പുതുതായി സൃഷ്ടിക്കപ്പെടുകയാണ് ചെയ്യുക. അതുകൊണ്ട് ന്യൂസിലാൻഡിൻ്റെ പോരാട്ട വീര്യം ലളിതമായി കാണാൻ കഴിയില്ല. അവർ ആവേശത്തോടെയാണ് ഇറങ്ങുക. റഗ്ബിയിലേക്ക് അവരുടെ ലോക നിലവാരം നമുക്കറിയാലോ, അനിഷേധ്യരായ ചാമ്പ്യന്മാരാണെന്ന്. എന്തായാലും ഇറാനെ സംബന്ധിച്ച് ജീവൻ മരണ പോരാട്ടമാണ്. ഒരു വശത്ത് ലോകകപ്പിലെ വിജയ സ്വപ്നം, മറുവശത്ത് സ്വന്തം ജനങ്ങൾക്ക് സന്തോഷം കൊടുക്കാനുള്ള അവരുടെ വിജയിക്കാനുള്ള അവരുടെ ആഗ്രഹം. അതിനാൽ നാളത്തെ മത്സരം വെറും 3 പോയിന്റിന് വേണ്ടിയുള്ള പോരാട്ടമല്ല, അത് യുദ്ധത്തിൻ്റെ നിഴലിൽ നിന്നെത്തിയ ഒരു രാജ്യത്തിൻ്റെ പ്രതീക്ഷകളുടെ പോരാട്ടമാണ്. ആത്യന്തികമായി ഫുട്ബോൾ സമാധാനത്തിൻ്റെ ഒരാകാശമാണ് നമുക്ക് എപ്പോഴും നൽകുക. എല്ലാ ശത്രുതയും എതിർപ്പുകളും വേട്ടകളും അലിഞ്ഞില്ലാതാകുന്ന ദിനം. US ഇറാൻ സമാധാന കരാറിൻ്റെ തൊട്ടടുത്ത് എത്തി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ലോകം സമാധാനിക്കുന്ന ഒരവസ്ഥ ഉണ്ട്. അപ്പോൾ ഈ കളി ദിനം ഇറാനെ സംബന്ധിച്ച് അതിന് തുല്യമായ ആഹ്ലാദത്തിൻ്റെ അലയുർത്തുമോ എന്താണ് ആകാംക്ഷ? തോറ്റാലും ജയിച്ചാലും ഫുട്ബോൾ ആത്യന്തികമായി സന്തോഷമാണ് പകരുക. ആ സന്തോഷത്തിനായി കാത്തിരിക്കാം. നന്ദി, നമസ്കാരം.